മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേന്ദ്രവും കേരളവും തമ്മിൽ സഹകരിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിലെ ഒരു തെളിവ് വളരെ നെഗറ്റീവുകൾ എങ്ങനെ അത് പോസിറ്റീവായി മാറി എന്നുള്ളത് കൂടി ചേർത്ത് പറയാം. തെലങ്കാന മുഖ്യമന്ത്രി നിങ്ങൾക്ക് പലർക്കും അറിയാം. തെലങ്കാനയുടെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണിത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ശരിക്ക് തെലങ്കാന കോൺഗ്രസ് പാർട്ടി എന്നോ മറ്റോ പറഞ്ഞിട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംസ്ഥാനമാണ് ആ തെലങ്കാന സംസ്ഥാനം. ഭാരതത്തില് ആന്ധ്രാപ്രദേശിനെ 2ആക്കി തിരിച്ച് ഈ 2-3 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. കുറേയധികം അദ്ദേഹം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും അധികം വിമർശനം ഉണ്ടായത് മാധ്യമങ്ങളിലാണ്, അല്ലാതെ വ്യക്തികൾ വിമർശിച്ചതായിട്ട് കണ്ടില്ല. 2 കോടി രൂപയുടെ ഒരു കാറ് വാങ്ങിച്ച് അതിനകത്ത് തന്നെ മീറ്റിംഗ് നടത്താനും കിടന്നുറങ്ങാനും ബാത്റൂമിലേക്ക് പോകാനുമുള്ള ലക്ഷറിയസ് കാർ, അത് വരുമ്പോൾ തന്നെ ട്രാഫിക് മുഴുവനും ബ്ലോക്ക് ആക്കിയിട്ടാണ് ആ കാറ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് NDTVയിലും CNN, IBNലും ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ വിമർശനത്തിനിടായി. പിന്നെ അദ്ദേഹം ഏത് കാര്യം ചെയ്യുമ്പോഴും വളരെ വ്യക്തമായിട്ട് നിമിത്തവും ശകുനവും എല്ലാം നോക്കുന്ന ആളാണ്. മാത്രമല്ല എല്ലാ ദിവസവും വീട്ടില് പൂജയൊക്കെ നടത്തുന്ന ആളാണ്. അടുത്ത കാലത്ത് 1.5 കോടി രൂപ ചെലവാക്കിയിട്ട് വലിയൊരു ചണ്ഡികാ ഹോമം നടത്തി. അങ്ങേര് തന്നെയാണ് യജമാനനായിട്ടിരുന്നത്. ഇതൊന്നും വലിയതായിട്ട് യുക്തിവാദികളോ ഇടതുപക്ഷക്കാരോ ഒന്നും വിമർശനത്തിന് ഉപയോഗിച്ചതായിട്ട് കണ്ടില്ല. പിന്നെ ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടാണാവോ ഇത്രയും അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുകുത്തി വാണ ഒരു സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന തെലങ്കാനയിൽ ഇതൊന്നും എതിർക്കപ്പെടാതെ പോയത് എന്താണെന്ന് അത്ഭുതത്തോടു കൂടി ചിന്തിച്ചു. പക്ഷേ ഈ 2-3 കൊല്ലം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഒരു പഞ്ചവത്സര പദ്ധതി പോലും ആയിട്ടില്ല. ആ 2-3 കൊല്ലം കൊണ്ട് അദ്ദേഹം ചെയ്തതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഉദാഹരണം, ശരിക്കും ആ പാർട്ടി NDAയുടെ ഘടകവുമല്ല, അവരോട് സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അവര് ഈ അഡ്വർടൈസ്മെന്റിലൂടെ ഈ മുഖ്യമന്ത്രിയുടെ പടവും വെച്ച് കൊടുത്തിരിക്കുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടൊന്നാണ്. ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്, എങ്കിലും ഒന്നുകൂടി കാണിച്ചേക്കാം. തെലങ്കാന ഡിക്ലയർഡ് ആസ് നമ്പർ 1 in ease of doing business in all India ranking by Government of India. ഒരു ബിസിനസ് ചെയ്യുന്നതിൽ ഭാരതത്തിലെ നമ്പർ 1 ആയിട്ട് തെലങ്കാന ഉയർന്നിട്ടുണ്ടെങ്കിൽ, അതും 2, 3, 4 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു സംസ്ഥാനം ഉയർന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിന്റെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത്ര ഗംഭീരമായിട്ടാണ് ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നത്. വി ഡ്രീംഡ് ഇറ്റ്, വി ബിലീവ്ഡ് ഇറ്റ്, വി അച്ചീവ്ഡ് ഇറ്റ്. ഞങ്ങളത് സ്വപ്നം കണ്ടു. ഭാരതത്തില് വ്യവസായ വാണിജ്യങ്ങൾ ആരംഭിക്കുന്നതിൽ ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്തി കിട്ടുന്ന ഒരു സംസ്ഥാനമാക്കി ഇതിനെ മാറ്റണമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. അത് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അത് ഞങ്ങൾക്ക് നേടിയെടുക്കാനും സാധിച്ചു. അച്ചീവിംഗ് ടോപ്പ് റെക്കഗ്നിഷൻ within a short span is no easy feat. സത്യമാണ്, ഷോർട്ട് സ്പാൻ. ഒരു സംസ്ഥാനം ഉണ്ടായിട്ട് ഭരണം തുടങ്ങാൻ പോലും ഇനിയും വർഷങ്ങൾ എടുക്കേണ്ട ഒരു സ്ഥാനത്ത് ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിക്കും ഭരിക്കാനുള്ള ഒരു സ്ഥലം പോലും മര്യാദയ്ക്കാവുന്നതിന് മുമ്പ് തെലങ്കാന, ദ ന്യൂവസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ, ഏറ്റവും ചെറുപ്പമുള്ള സ്റ്റേറ്റ് ഭാരതത്തിൽ, ഹാസ് അച്ചീവ്ഡ് ദിസ് ഡിസ്റ്റിങ്ഷൻ ബൈ ടോപ്പിംഗ് ദ ചാർട്ട്സ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വളരെ ഓൺലൈൻ അപ്രൂവൽ ഓഫ് പ്രോസസ്സ്, നേരിട്ട് ഇമെയിൽ വഴിക്ക് പ്രോസസ്സ് അപ്രൂവ് ചെയ്യാം. ഓൾ ക്ലിയറൻസസ് ഓൺലൈൻ ഇൻ 15 days, 15 ദിവസം കൊണ്ട് ഓൺലൈൻ വഴിക്ക് എല്ലാ ക്ലിയറൻസുകളും കൊടുക്കുന്ന സംവിധാനം. നോ നീഡ് ഫോർ ആനുവൽ റിന്യൂവൽ ലൈസൻസസ് അണ്ടർ വേരിയസ് ആക്ട്. പല നിയമാവലികൾ പ്രകാരവും ഈ വാർഷികമായിട്ട് ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരവസ്ഥ. എൻ ആക്ട് അണ്ടർ ദി ആക്ട്
makes it a right for the investor to get time bound clearances. സമയാധിഷ്ഠിതമായിട്ടുള്ള ക്ലിയറൻസുകൾ ലഭിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നത് സെൽഫ് സർട്ടിഫിക്കേഷൻ, സ്വയം ഓരോ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്യാം. 150 ready to occupy industrial park and 27 fully functional zone. 150 ready to occupy ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ, പെട്ടെന്ന് ചെന്ന് കാര്യങ്ങൾ നടത്താനുള്ള പാർക്കുകൾ. 14 ട്രസ്റ്റ് സെക്ടേഴ്സ് വിത്ത് സെക്ടർ സ്പെസിഫിക് ഇൻസെന്റീവ്സ്. 14 വിഷയങ്ങളിൽ 14 പ്രോഡക്റ്റുകളിൽ വളരെയധികം ഫേവറായിട്ട് ഗവൺമെന്റിൽ നിന്ന് അനുകൂലം ലഭിക്കാനുള്ള സംവിധാനങ്ങൾ. കസ്റ്റം മെയ്ഡ് പോളിസി ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് മോർ ദാൻ ₹200 crore ഓർ എംപ്ലോയ്മെന്റ് ഓഫ് 1000 ഇൻഡിവിജ്വൽസ്. 1000 വ്യക്തികൾക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനമോ 200 കോടി രൂപയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യമോ കാണിക്കുകയാണെങ്കിൽ ദിവസങ്ങൾക്കകം കസ്റ്റം മെയ്ഡ് സർവീസ് ലഭ്യമാക്കാൻ പോളിസി കൊണ്ട് വളരെ പെട്ടെന്ന് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള സംവിധാനങ്ങൾ. റെഡി ലാൻഡ് ബാങ്ക് ഓഫ് 1,45,000 acres. വ്യവസായം തുടങ്ങാൻ 1,45,000 ഏക്കർ ലാൻഡ് എപ്പോൾ വേണമെങ്കിലും ലഭ്യമാക്കുന്ന സൗകര്യം. നോ നീഡ് ടു മീറ്റ് എനി ഓഫീസർ. ഒരു ഓഫീസറെയും നേരിട്ട് ചെന്ന് കണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത വിധത്തിൽ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. Up to date, 2,500 approvals have been accorded, amounting to rupees more than 45,000 crore. 45,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുത്താൻ പാകത്തിന് 2,500 പ്രപ്പോസലുകൾ അപ്രൂവ് ചെയ്തു. വിത്ത് മോർ ഇൻ ദ പൈപ്പ് ലൈൻ ആൻഡ് ടോട്ടൽ പൊട്ടൻഷ്യൽ എംപ്ലോയ്മെന്റ്. 5 ലക്ഷത്തോളം വ്യക്തികൾക്ക് ഈ കാലയളവിൽ ജോലി കൊടുക്കാൻ പാകത്തിന് ഉള്ള സംവിധാനങ്ങളും. 2,500 കൂടുതൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ അതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ, ലൈസൻസ് ഉടനെ കൊടുക്കുന്ന രീതിയിൽ 10,000-ഓളം ഇൻഡസ്ട്രിയലുകൾ വളരെ പെട്ടെന്ന് വരാനുള്ള സംവിധാനം. വെദർ ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രോമിസിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ഇയർ 2016 ഓർ ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആസ് പെർ മെർസേഴ്സ് ക്വാളിറ്റി ലിവിംഗ് ഇൻഡെക്സ്, തെലങ്കാന ഹാസ് ദ ബെസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ഇൻ തെലങ്കാന, ലെറ്റസ് ഗ്രോ ടുഗദർ. ഇതിൽ ഏറ്റവും രസകരമായി കണ്ടത് ഇൻവെസ്റ്റ് തെലങ്കാന എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും, ഗവൺമെന്റ് ഓഫ് തെലങ്കാന എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേര് പോലും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കേരളത്തിന് പുറത്തുള്ളവർക്ക്, അല്ല തെലങ്കാനയ്ക്ക് പുറത്തുള്ളവർക്ക് അത്ഭുതം തോന്നുന്ന ഒരവസ്ഥ. ഏതായാലും ഇത് ഞാനിവിടെ വായിക്കാൻ കാരണം IISHന്റെ ഒരു വിഷയമാണോ അല്ലയോ എന്നുള്ളതല്ല. ഈ കേരളം പോലെയുള്ള സ്ഥലത്ത് ഇന്നലെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവം. എൻ്റെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുമ്പോൾ ബോംബെയിൽ നിന്ന് കയറിയ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ 95% മലയാളികൾ അല്ലാത്തവരായിരുന്നു. 20, 25, 30, 40 ഗ്രൂപ്പിലെ ഗുജറാത്തികളും രാജസ്ഥാനികളുമായിരുന്നു. എനിക്ക് അത്ഭുതം തോന്നി ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന്. ഞാൻ വെറുതെ അവിടെ കുറേ പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ജമ്മു കാശ്മീരിലേക്ക് പോകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പോവേണ്ടത് സിക്കിമിലെ ഗാങ്ടോക്കിലേക്കാണ്. അതും കുറെ പ്രോബ്ലമാണ്. പക്ഷെ ഇപ്പോ ഭാരതീയർ മുഴുവനും ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലേക്ക് വരാനാണ്. കേരളത്തിലെ കണ്ടീഷൻ, കേരളത്തിലെ ധാരാളം ഹോട്ടലുകൾ, ഞാൻ അപ്പോഴാണത് അറിയുന്നത്, കേരളത്തിലെ ധാരാളം ഹോട്ടലുകൾ പ്രത്യേക കിച്ചൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ കാണില്ല അത്രേ. ആ കിച്ചണിൽ 10-50 പേര് ഗുജറാത്തികൾ വന്ന് ആ കിച്ചണിൽ അവർക്ക് അവരുടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാം, അത് കഴിക്കാം. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ട, അവർക്ക് അവരവരുടെ ഗുജറാത്തി ഭക്ഷണം, രാജസ്ഥാനി ഭക്ഷണം, മധ്യപ്രദേശിലെ അല്ലെങ്കിൽ ഒറീസ ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനുമുള്ള സംവിധാനം ഹോട്ടലുകളും കിച്ചൺ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ. അവരുടെ കിച്ചൺ വേറെ ആക്കിയിട്ട് പുറമേ നിന്ന് വരുന്നവർക്ക് വാടകയ്ക്ക് കിച്ചൺ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്, ധാരാളം സ്ഥലത്തുണ്ട് എന്ന് പറയുകയും ചെയ്തു. ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് നേരെ ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങി, ഇന്ന് കന്യാകുമാരി പോയി, തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് പിന്നെ അവർ തേക്കടിയിൽ പോയിട്ട്, പിന്നെ അവർ പൊന്മുടിയിൽ പോയിട്ട്, പിന്നെ അവിടെ നിന്ന് നേരെ മൂന്നാറിൽ പോയിട്ട് തിരിച്ച് എറണാകുളത്ത് നിന്ന് അവർ തിരിച്ചു പോകുന്നതാണ്. അപ്പൊ ശരിക്ക് നമ്മുടെ സംസ്കാരത്തിലെ എക്സ്ചേഞ്ച് നടക്കാൻ ഏറ്റവും അധികം ആൾക്കാർ താല്പര്യപ്പെട്ടിരുന്ന കാശ്മീരിലേക്ക് പോകാൻ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയിൽ സെക്കൻഡ്
ബെസ്റ്റ്, ഇപ്പോൾ ഉള്ളതിൽ ഫസ്റ്റ് ബെസ്റ്റ് കേരളമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ കേരളീയര് ഈ സംവിധാനം പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് നമ്മുടെ പൈതൃകത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ പൈതൃക വസ്തുക്കളുടെയും എല്ലാം വ്യാപനത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ ആരാധനാലയങ്ങൾ, അവിടെയൊക്കെ ഇവരെ കാണിക്കാനും കേരളത്തിൻ്റെ പ്രത്യേക മഹത്വം, കഥകളി, ഓട്ടംതുള്ളൽ തുടങ്ങിയത് കാണിക്കാനും എല്ലാം കേരളത്തെ ഭാരതത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനായിട്ട് ഇന്ന് ഇവിടെ ഭരിക്കുന്നവരും ഭരണ സംവിധാനത്തിലുള്ളവരും എല്ലാവരും അവരുടെ രാഷ്ട്രീയ ചിന്താധാരകളോ മതചിന്താധാരകളോ എന്തായാലും ശരി, എങ്ങനെയാണോ തെലങ്കാന വ്യാവസായിക മണ്ഡലത്തിൽ ഇത്രയും ഉയരാൻ ഇത്രയും കുറച്ച് സമയം കൊണ്ട് ശ്രമിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, അതേപോലെ കേരളത്തിനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.